നമസ്കാരം. ഇന്ന് ഒക്ടോബർ 2 ഗാന്ധി ജയന്തി. യുഗപുരുഷന്റെ ജന്മം കൊണ്ട് ലോകത്തിന് മുൻപിൽ ഇന്ത്യ അഭിമാനം കൊള്ളുന്ന ദിവസം. ഹിംസയും വെറുപ്പും വിദ്വേഷവും അരങ്ങുവാഴുന്ന ഈ കാലത്തിൽ ദിനംപ്രതി നാം ഗാന്ധിജിയെ സ്മരിക്കുകയാണ്. ഓരോ ഓർമ്മയും ധർമ്മവും കർമ്മവുമായി തീരുകയാണ്. നിഷ്കളങ്കരിൽ നിഷ്കളങ്കനായ ഗാന്ധിജി സ്വന്തത്തെക്കുറിച്ച് ഒട്ടും ആലോചിക്കാതെ പറഞ്ഞ വാക്കുകൾ മാനവ ചരിത്രത്തിലെ മഹാത്മാക്കളുടെ നിരയിൽ ഗാന്ധിജിയുടെ മഹിമ എന്നും വിളിച്ചോതുന്നു. ഒരു പ്രവാചകനും ഒരു വിപ്ലവകാരിയും ഈ മഹാമനുഷ്യനെ പോലെ ആജീവനാന്തം സാഹസികമായി ഇരുന്നിട്ടില്ല. മജ്ജയും മാംസവുമുള്ള ഇങ്ങനെയൊരു മനുഷ്യൻ ഭൂമിയിൽ ജീവിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ വരും തലമുറയ്ക്ക് അത് വിശ്വസിക്കാൻ പ്രയാസമാകും എന്ന് മഹാത്മാഗാന്ധിയെക്കുറിച്ച് ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞ വാക്കുകൾ മാത്രം മതി ആരാണ് ഗാന്ധിജി എന്നറിയാൻ. ഗാന്ധിജി ദൂരെയല്ല എന്നും മനസ്സിനരികെ തന്നെ ഉണ്ടെന്നും നമ്മുടെ പ്രവൃത്തിയിലും ചിന്തയിലും ഉറപ്പാക്കണമെന്നും വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് ഈ ജന്മദിനം. സ്മൃതി സുഗന്ധമുള്ള ഈ ഗാന്ധി ജയന്തി നമുക്ക് ആത്മപരിശോധനയ്ക്കും സ്വയം പുതുക്കലിനുമുള്ള അവസരം കൂടിയായി മാറണം. അതല്ല എങ്കിൽ കേവലം ഒക്ടോബർ 2 മാത്രം ഇന്നേ ദിനം അടയാളപ്പെടുത്തും. ആധുനിക ഭാരതത്തിന്റെ ആത്മാവ് മഹാത്മാഗാന്ധിജിക്ക് പകരം വയ്ക്കാനായി മറ്റാരാണുള്ളത്? ആ ആത്മാവിലേക്ക് അടുക്കും തോറും ഇന്ത്യയും ഇന്ത്യക്കാരും വിജയിക്കുന്നു. അതിൽ നിന്നും അകലുമ്പോൾ തോൽക്കുകയും ചെയ്യുന്നു. ആധുനിക ഭാരതത്തിന്റെ ദേശീയോദ്യാനത്തിൽ വിരിഞ്ഞ ഏറ്റവും വലിയ വസന്തം ഏതായിരുന്നു എന്ന ചോദ്യത്തിന് ഉത്തരം ഒന്നേ ഉണ്ടാകൂ: മഹാത്മാഗാന്ധി. ഇവിടെ ഇങ്ങനെ ഒരു മനുഷ്യൻ ജീവിച്ചിരുന്നുവോ എന്ന വരും തലമുറ അത്ഭുതപ്പെടുമെന്ന് ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞതിലും അത്ഭുതമേതുമില്ല. ഗാന്ധിജി ഇന്ത്യക്ക് വേണ്ടി കണ്ട സ്വാതന്ത്ര്യ സ്വപ്നത്തിലേക്കുള്ള ആ വഴി അത്രമേൽ കഠിനമായിരുന്നു. ഒരു ചർക്ക മാത്രം ആയുധമാക്കി അഹിംസാ മന്ത്രം മാത്രം മുഴക്കി അദ്ദേഹം ആ ലക്ഷ്യം യാഥാർത്ഥ്യമാക്കിയതിലുള്ളത്ര വലിയ പാഠം നാം കേട്ടിട്ടേയുണ്ടാകില്ല, ഇനി കേൾക്കാനും പോകുന്നില്ല. മഹാത്മാഗാന്ധി പരീക്ഷിച്ചു വിജയിച്ച സത്യാഗ്രഹം അസമത്വത്തിനും വിവേചനത്തിനും സ്വാതന്ത്ര്യമില്ലായ്മയ്ക്കുമെതിരെ ലോകം ഇതുവരെ കണ്ടതിൽ വച്ച് ഏറ്റവും ഫലപ്രദമായ സമരമാർഗമായി മാറുകയായിരുന്നു. ഇന്ത്യയിലെ ജനങ്ങളെ മുഴുവൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കാളികളാക്കാൻ കഴിഞ്ഞു എന്നത് തന്നെയാണ് ഗാന്ധിജിയുടെ ഏറ്റവും വലിയ വിജയവും. ലളിതവും കാലാതീതവുമാണ് ഗാന്ധിയൻ ദർശനം. എന്നും കാലത്തിന് അഭിമുഖമായി നിൽക്കാനുള്ള ആത്മവിശ്വാസമാണ് സ്വന്തം രാജ്യത്തിന് അദ്ദേഹം നൽകിയത്. ഇന്ത്യൻ രാഷ്ട്രീയ വ്യവസ്ഥയെ ജനാധിപത്യത്തിന്റെ അടിത്തറയിൽ കെട്ടിപ്പടുക്കാൻ മഹാത്മജി പരിശ്രമിച്ചു. ദരിദ്രനാരായണൻ എന്ന വിശേഷണം നൽകി. പാവപ്പെട്ടവരുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിനെക്കുറിച്ച് ചിന്തിച്ചു. ഭാരതം ജീവിക്കുന്നത് ഗ്രാമങ്ങളിലാണെന്ന് വിശ്വസിച്ചു. വിവിധ മതങ്ങൾ തോളോട് തോൾ ചേർന്ന് കഴിയുന്ന രാജ്യമാണ് തന്റെ സ്വപ്നത്തിലെ ഇന്ത്യയെന്ന് നിരന്തരം ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരുന്നു. ഇന്ന് ഒക്ടോബർ മാസം 2 രാഷ്ട്രപിതാവായിരുന്ന മഹാത്മാഗാന്ധിയുടെ 156 ജന്മദിനമാണിന്ന്. 1869 മഹാത്മാഗാന്ധി ജനിക്കുന്നത്. പിന്നീടുള്ള അദ്ദേഹത്തിൻ്റെ ജീവിതം, അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ, അദ്ദേഹം നടത്തിയ പോരാട്ടങ്ങൾ, അതെല്ലാം ലോക ചരിത്രത്തിലെ ഏറ്റവും ഉജ്ജ്വലമായിട്ടുള്ള ഏടുകളിൽ ഒന്നാണ്. സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ ഉജ്ജ്വലമായ, മഹത്തായ, ഐതിഹാസികമായ ഒരു പോരാട്ടത്തിലൂടെ ഗാന്ധി നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നു. എന്താണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തെ ലോകത്തിൻ്റെ ഇതര ഭാഗങ്ങളിൽ നടന്ന മറ്റ് പ്രക്ഷോഭങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്? ലോക ചരിത്രത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിൽ നടന്ന പോരാട്ടങ്ങളൊക്കെ
വിപ്ലവങ്ങൾ എന്ന പേരിലാണ് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അമേരിക്കൻ വിപ്ലവം, ഫ്രഞ്ച് വിപ്ലവം, റഷ്യൻ വിപ്ലവം, ചൈനീസ് വിപ്ലവം, ക്യൂബൻ വിപ്ലവം. പക്ഷെ നമ്മുടെ സ്വാതന്ത്ര്യ സമരമാണ് അതിനെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ദ ഗ്രേറ്റ് ഇന്ത്യൻ ഫ്രീഡം മൂവ്മെന്റ് എന്നാണ്. മഹത്തായ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനം എന്നാണ് നമ്മുടെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയത്. അതിന് കാരണം അതിന് നെടുനായകത്വം വഹിച്ചത് ഗാന്ധിയാണ്. ഗാന്ധിയുടെ ദർശനങ്ങളാണ് ആ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തെ മുന്നോട്ട് നയിച്ചത്. അഹിംസ, അക്രമരാഹിത്യം തുടങ്ങിയ സമര ആയുധങ്ങളിലൂടെ, അഹിംസ എന്ന ഒരു സമരായുധത്തെ ലോകത്താദ്യമായി ഉപയോഗിച്ചത് ഗാന്ധിയാണ്. അക്രമരാഹിത്യത്തിലൂടെ, നിസ്സഹകരണത്തിലൂടെ, അഹിംസയുടെ മാർഗത്തിലൂടെ ഗാന്ധി നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ഏറ്റവും സുവർണമായി രേഖപ്പെടുത്തിയിരിക്കുന്ന ഉജ്ജ്വലമായ കാലഘട്ടം എന്നത് 1917 മുതൽ 1947 വരെയുള്ള 30 വർഷങ്ങളാണ്. ഈ കാലഘട്ടത്തെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഗാന്ധിയൻ ഇറ എന്നാണ്, ഗാന്ധിയൻ കാലഘട്ടം എന്നാണ്. ഉച്ചനീചത്വങ്ങളില്ലാത്ത, മതവൈരമില്ലാത്ത, ഐത്തവും അനാചാരങ്ങളുമില്ലാത്ത, ഏവർക്കും തുല്യനീതിയും തുല്യ പങ്കാളിത്തവുമുള്ള സമത്വസുന്ദരമായ ഇന്ത്യയാണ് മഹാത്മജി സ്വപ്നം കണ്ടത്. വെടിപ്പാർന്ന രാഷ്ട്രീയ ജീവിതമായിരുന്നു ഗാന്ധിയൻ സന്ദേശങ്ങളിൽ ഏറെ പ്രധാനം. ഗാന്ധിജിയും അദ്ദേഹത്തോടൊപ്പമുള്ള നിരവധി നേതാക്കളും ഒട്ടേറെ അനുയായികളും സ്വാതന്ത്ര്യ സമരകാലത്ത് ജയിൽവാസം അനുഭവിക്കേണ്ടി വന്നു. പൊതുജീവിതത്തിലെയും വ്യക്തിജീവിതത്തിലെയും തിന്മകൾക്കെതിരെ ഗാന്ധിജി നയിച്ച സമരവും വിശദമായിരുന്നു. എന്നാൽ ബാഹ്യമായ മുദ്രകളെ കൊണ്ട് ഉണ്ടാക്കാവുന്നതല്ല ഗാന്ധിയൻ വർണ്ണം. അകത്തും പുറത്തും പുലർത്തുന്ന ലാളിത്യവും വിശുദ്ധിയും കളങ്കരാഹിത്യവുമാണ് ഗാന്ധിയൻ സമീപനത്തിന്റെ കാതൽ. പരിസ്ഥിതിക്കെതിരായ കയ്യേറ്റക്കാലത്ത് പ്രകൃതിയുടെ തനിമയുടെ സ്മരണയായി തീർന്നു മഹാത്മാഗാന്ധിജി. നഗരവൽക്കരണത്തിന്റെയും അത് സൃഷ്ടിക്കുന്ന കെടുതികളുടെയും ദുരന്തഭൂമിയിൽ എല്ലാം നഷ്ടപ്പെട്ട് നിസ്സഹായനായി നിൽക്കുന്ന ഗ്രാമീണന്റെ വിലാപമാകുന്നു ഗാന്ധി. അദ്ദേഹം ഗ്രാമങ്ങളിൽ കേന്ദ്രീകരിക്കുന്നതിന് നിരവധി കാരണങ്ങളുണ്ട്. പ്രകൃതിയോടുള്ള മനുഷ്യന്റെ പൊക്കിൾക്കൊടി ബന്ധവും അതിന്റെ പ്രധാന കണ്ണിയായ കൃഷിയും സംരക്ഷിക്കാൻ ഗാന്ധിജി എക്കാലവും ആഗ്രഹിച്ചു. പ്രകൃതിയിലേക്കും ജൈവ കൃഷിയിലേക്കുമുള്ള നമ്മുടെ മടക്കയാത്രയാണ് യഥാർത്ഥത്തിൽ ഗാന്ധിജി. ഗാന്ധിജിയും അദ്ദേഹത്തിന്റെ കർമ്മപദവും തത്വമാർഗവും ഇന്നും നിലനിൽക്കുന്നു. അക്രമവും അന്യായവും യുദ്ധവും ചൂഷണവും അരങ്ങു തകർക്കുന്നൊരു ലോകത്ത് അഹിംസയുടെയും നീതിയുടെയും സമാധാനത്തിന്റെയും ഉജ്ജ്വല പ്രതീകമായി അദ്ദേഹം എന്നും എക്കാലവും വാഴ്ത്തപ്പെടുന്നു. അഴിമതിയിൽ അധപതിക്കുന്ന രാഷ്ട്രീയത്തിനും ഭരണയന്ത്രത്തിനും അദ്ദേഹം ജീവിത വിശുദ്ധിയുടെ പാഠം നൽകി. മദ്യവിപത്തിൽ മുങ്ങുന്നവർക്ക് മധ്യേ സ്വബോധത്തിന്റെ പ്രേരണയായി, ഉപഭോഗത്തിന്റെയും ആർഭാടത്തിന്റെയും പ്രലോഭനങ്ങൾക്ക് വഴങ്ങി രോഗാവസ്ഥയിൽ തീരുന്ന സമൂഹത്തിന് ജീവിത ലാളിത്യത്തിന്റെ ഔഷധമായി ഗാന്ധിജി മാറിക്കൊണ്ടേയിരുന്നു. കാഠിന്യത്തെ അദ്ദേഹം കാരുണ്യം കൊണ്ട് തന്നെ നേരിട്ടു. വൈരവും വിദ്വേഷവും അതിന് അനന്തരമായുള്ള സംഘർഷ സംഘട്ടനങ്ങളും മനുഷ്യന്റെ ഉറക്കം കെടുത്തുമ്പോൾ സഹിഷ്ണുതയുടെയും ബഹുസ്വരതയുടെയും വിശ്വശാന്തിയുടെയും സന്ദേശമായി ഗാന്ധിജി ലോകമെങ്ങുമുള്ള മനുഷ്യസ്നേഹികളെ എന്നും പ്രചോദിപ്പിക്കുന്നു. ജീവിത പ്രശ്നങ്ങളുടെ സമൂലമായ പരിഹാരമാണ് ഗാന്ധിജിക്ക് മതം. അതിന് ഉതകാത്ത മതം മതമേയല്ല എന്നാണ് ഗാന്ധിജിയുടെ അഭിപ്രായം. മതമേതാകട്ടെ അതിന്റെ യഥാർത്ഥ തത്വങ്ങൾക്കും അധ്യാപനങ്ങൾക്കും
അനുസൃതമായി ജീവിക്കുന്ന ആർക്കും വർഗീയവാദിയാകാനാകില്ല എന്ന് ഗാന്ധിജി എക്കാലവും ഉറപ്പിച്ചു പറഞ്ഞു. മുന്നേറ്റം ചരിത്രത്തിൽ ഒരിടത്തും ഉണ്ടായിട്ടില്ല, ചരിത്രത്തിൽ ഒരിടത്തും രേഖപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ടാണ് ഗാന്ധി പറഞ്ഞത്, ഇന്ത്യയുടെ രാഷ്ട്രീയ സ്വാതന്ത്ര്യം ഒരിക്കലും ഈ രാജ്യത്തെ വിശക്കുന്ന വയറുകൾക്ക് മേലല്ല അടിച്ചേൽപ്പിക്കേണ്ടത്. ഗാന്ധി പറഞ്ഞ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ടോട്ടൽ ഇമാൻസിപ്പേഷൻ ആയിരുന്നു, സമ്പൂർണ്ണ വിമോചനമായിരുന്നു, പൂർണ്ണ സ്വാതന്ത്ര്യമായിരുന്നു ഗാന്ധി മുന്നോട്ട് വെച്ചത്. എല്ലാ തരത്തിലുള്ള അടിമത്തത്തിൽ നിന്നുള്ള ഒരു വിമോചനം. അതാണ് ഗാന്ധിയൻ ദർശനങ്ങളുടെ ഏറ്റവും വലിയ കാതൽ എന്ന് പറയുന്നത്. അത് തന്നെയാണ് ഗാന്ധി പറയുന്നത്, മൈ ലൈഫ് ഈസ് മൈ മെസ്സേജ്, എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്ന് ഗാന്ധി പറഞ്ഞു. അദ്ദേഹം ചെയ്ത് കാണിച്ചു. അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ അദ്ദേഹം നടപ്പാക്കി കാണിച്ചു. ഇന്ന് ലോകത്തുള്ള രാഷ്ട്രീയ പ്രത്യയശാസ്ത്രങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ, ചിന്തകന്മാരുടെ ദാർശനികന്മാരുടെ ചിന്തകൾ പരിശോധിച്ചാൽ അതിൻ്റെ അകത്ത് ഏറ്റവും പ്രായോഗികമായത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഗാന്ധിയുടെ ദർശനങ്ങളാണ്. അതുകൊണ്ടാണ് 21ാം നൂറ്റാണ്ട് നേരിടുന്ന എല്ലാ പ്രതിസന്ധികൾക്കും, സാമ്രാജ്യത്വ മത്സര്യങ്ങൾക്കും, സാമ്പത്തികമായിട്ടുള്ള വലതുപക്ഷ തീവ്രവാദ ചിന്തകൾക്കുമെല്ലാം പരിഹാരം എന്ന് പറയുന്നത് ഗാന്ധിയുടെ ആശയങ്ങളാണ്, ഗാന്ധിയുടെ ചിന്തകളാണ് എന്ന് പറയുന്നത്. ആധുനിക ഭാരതം കണ്ട ഏറ്റവും മഹാനായ ഹിന്ദുവും ഏറ്റവും മഹാനായ മതേതരവാദിയും മഹാത്മാഗാന്ധിജി തന്നെയായി. ഈ സമന്വയം ഇന്ത്യൻ മതേതരത്വത്തിന്റെ സൈദ്ധാന്തികവും പ്രായോഗികവുമായ സ്രോതസ്സുകൾക്ക് ശക്തമായ സ്തംഭങ്ങൾ പ്രദാനം ചെയ്തു. ലോകത്തെവിടെയും വർഗീയതയും അതിന്റെ പേരിലുള്ള അസ്വാസ്ഥ്യങ്ങളും കാലുഷ്യങ്ങളും അക്രമങ്ങളും സൃഷ്ടിക്കുന്നത് ജീവിതത്തിൽ മതത്തിന്റെ മഹനീയ തത്വങ്ങൾ പകർത്തുന്നവരല്ല എന്ന് നമുക്ക് കാണാം. അതായത് മതത്തിന്റെ പേരിൽ ആണയിടുന്ന വർഗീയവാദികളുടെയൊന്നും ജീവിതത്തിൽ അവരുടെ തന്നെ മതത്തിന്റെ സ്വാധീനം കാണാൻ കഴിയില്ല. യഥാർത്ഥ മതവിശ്വാസിക്ക് ഒരു സാർവലൗകികവാദിയും മനുഷ്യസ്നേഹിയുമാകാൻ മാത്രമേ സാധിക്കൂ. ആധുനിക കാലത്ത് മതത്തിന്റെയും മതേതരത്വത്തിന്റെയും ഈ സാഹോദര്യ സമ്പൂർണമായ പാരമ്പര്യത്തെ ശക്തമായി സാക്ഷാത്കരിക്കുകയായിരുന്നു ഗാന്ധിജി. എന്തിനും എപ്പോഴും മനുഷ്യനായിരുന്നു ബാപ്പുജിക്ക് ഏറ്റവും പ്രധാനം. മുന്തിയ പരിഗണന മനുഷ്യനാണ് നൽകേണ്ടതെന്നും മനുഷ്യ സമൂഹത്തിന് സേവനം ചെയ്തുകൊണ്ടാണ് ദൈവത്തെ കാണാൻ ശ്രമിക്കേണ്ടതെന്നും ഗാന്ധിജി എക്കാലവും വിശ്വസിച്ചു, പ്രവർത്തിച്ചു. ധീരമായ പോരാട്ടങ്ങളുടെ തുടർക്കഥയായിരുന്നു മഹാത്മാഗാന്ധിയുടെ ജീവിതം. എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്നു പറഞ്ഞ തികഞ്ഞ കർമ്മയോഗിയെക്കുറിച്ചുള്ള ഓർമ്മ പുതിയ കാലത്ത് നമുക്ക് കരുത്താകണം. സത്യത്തിലേക്കുള്ള മാർഗം അഹിംസയിൽ അധിഷ്ഠിതമായിരിക്കണം എന്നതായിരുന്നു ഗാന്ധിയൻ ദർശനങ്ങളിൽ ഏറെ പ്രധാനം. ഇത് അന്യനെ ഉപദേശിക്കുക മാത്രമല്ല, സ്വന്തം ജീവിതത്തിലുടനീളം അദ്ദേഹം പാലിച്ചു പോരുകയും ചെയ്തു. സത്യവും ധർമ്മവും മുഖമുദ്രയാക്കിയ കർമ്മയോഗിയായിരുന്നു മഹാത്മാഗാന്ധി. തീതുപ്പുന്ന തോക്കുകൾക്ക് മുന്നിൽ പോലും പതറാതെ സത്യമാർഗത്തിൽ ജീവിച്ച ഗാന്ധിജിയുടെ നേർക്ക് ഒരിക്കൽ പോലും ബ്രിട്ടീഷുകാർ വെടിയുതിർത്തില്ല. ലോകത്ത് ഒട്ടേറെ രാജ്യങ്ങൾ സമരങ്ങളിലൂടെ സ്വാതന്ത്ര്യം നേടിയിട്ടുണ്ട്. അതിൽ നിന്നും നമ്മുടെ സ്വാതന്ത്ര്യലബ്ധിയെ കൂടുതൽ മഹത്തരമാക്കുന്നത് മഹാത്മജിയുടെ ഉറച്ച നേതൃത്വത്തിന് കീഴിൽ അഹിംസയുടെ വഴിയിലൂടെ അത് കൈവരിച്ചു എന്നത് തന്നെയാണ്. സത്യത്തിലേക്കുള്ള മാർഗം അഹിംസയിൽ അധിഷ്ഠിതമായിരിക്കണം എന്നതായിരുന്നു ഗാന്ധിയൻ ദർശനങ്ങളിൽ ഏറെ പ്രധാനം. ഇത് അന്യനെ ഉപദേശിക്കുക മാത്രമല്ല, സ്വന്തം ജീവിതത്തിലുടനീളം അദ്ദേഹം പാലിച്ചു പോരുകയും ചെയ്തു. ബീഹാറിലെ ചമ്പാരനിലടക്കം നീലം കർഷകർ നേരിടുന്ന ചൂഷണങ്ങൾക്ക് അറുതി വരുത്താനായി 1917 ഗാന്ധിജി സമരം നടത്തുന്നത്. ഇന്ത്യയിൽ ഗാന്ധിജി നടത്തിയ ആദ്യത്തെ സത്യാഗ്രഹ സമരം ഇതായിരുന്നു. കാര്യങ്ങൾ നന്നായി പഠിച്ച് ചൂഷണത്തിന്റെ ആഴം മനസ്സിലാക്കാൻ ശ്രമിച്ച ഗാന്ധിജിയെ അധികാരികൾ തടയുകയും സ്ഥലം വിട്ടുപോകണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. പക്ഷേ ഗാന്ധിജി മുന്നോട്ടു പോവുകയും പ്രശ്നപരിഹാരത്തിന് ഉറപ്പ് നേടിയെടുക്കുകയും ചെയ്തു.
ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യയിൽ ഉപ്പിന് നികുതി ചുമത്തിയതിൽ പ്രതിഷേധിച്ച് 1930 പ്രസിദ്ധമായ ഉപ്പ് സത്യാഗ്രഹം നടക്കുന്നത്. മാർച്ച് 12 സമരത്തിന്റെ തുടക്കം. സബർമതിയിലെ ആശ്രമം മുതൽ ദണ്ഡി കടപ്പുറം വരെ ഉദ്ദേശം 390 കിലോമീറ്റർ ദൂരം ഗാന്ധിജി സന്നദ്ധ ഭടന്മാർക്കൊപ്പം യാത്ര ചെയ്ത് നിയമം ലംഘിച്ചു. വൈകാതെ ഗാന്ധിജിയെ അറസ്റ്റ് ചെയ്തു. പക്ഷേ വാർത്തയറിഞ്ഞപ്പോൾ കൂടുതൽ പേർ സമരത്തെ പിന്തുണയ്ക്കുകയാണ് ഉണ്ടായത്. രാജ്യമാകെ 10,000-കണക്കിന് പേർ അറസ്റ്റ് വരിച്ച ഈ സമരം ദേശീയ സ്വാതന്ത്ര്യ സമരത്തിന്റെ ജനപ്രീതി വലിയ തോതിൽ വർദ്ധിപ്പിച്ചു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കൈമാറണമെന്നും ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടു പോകണമെന്നും ആവശ്യപ്പെട്ട് മഹാത്മാഗാന്ധിജിയുടെ ആഹ്വാനപ്രകാരം 1942 ഓഗസ്റ്റ് മാസത്തിലാണ് ഭാരത് ചോഡോ ആന്തോളൻ അഥവാ ക്വിറ്റ് ഇന്ത്യ സമരം ആരംഭിച്ചത്. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നതായിരുന്നു സമരത്തിൽ ഗാന്ധിജിയുടെ ആഹ്വാനം. ഓഗസ്റ്റ് പ്രസ്ഥാനം എന്ന പേരിലും ഇതറിയപ്പെടുന്നു. കാലഘട്ടത്തിന്റെ ഭീകര ശബ്ദങ്ങൾക്കിടയിലും ആ മൗനം ദിഗന്ധങ്ങൾ ഭേദിക്കുമാറ് കർണപുടങ്ങളിൽ മുഴങ്ങുന്നു. ജീവിതാവസ്ഥ മെച്ചപ്പെടുത്താനുള്ള പ്രാർത്ഥനയായി അത് പരിണമിക്കുന്നു. വിശുദ്ധിയുടെയും സാത്വിക ഭാവത്തിന്റെയും ഒരു ആഗോള തത്വമായി ഗാന്ധിജി ഉയർന്നുകൊണ്ടേയിരുന്നു. ഇന്ന് പല പല കാരണങ്ങളാൽ ഹിംസയുടെ വ്യത്യസ്ത ഭാവങ്ങൾ രാജ്യത്ത് നടമാടുകയാണ്. യുദ്ധങ്ങളും അതിനുവേണ്ടി കരുതിവെക്കുന്ന ആയുധ കൂമ്പാരങ്ങളും വർദ്ധിക്കുന്നു. അക്രമരാഹിത്യത്തിന് വേണ്ടിയുള്ള മഹാത്മാഗാന്ധിയുടെ ശക്തമായ നിലപാടുകൾ ആധുനിക കാലത്ത് അദ്ദേഹത്തിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുകയാണ്. വർഗീയതയും വിദ്വേഷവും വെറുപ്പും മുഖമുദ്രയാക്കിയ ഒരു ഏകാധിപത്യ സർക്കാർ നമ്മുടെ രാജ്യം അടക്കി ഭരിക്കുമ്പോൾ ഗാന്ധിയൻ തത്വങ്ങളും മൂല്യങ്ങളും പ്രസക്തമാകുന്നു. രാജ്യവും ലോകവും ഇന്ന് ബഹുസ്വരതയുടെ സുരക്ഷയ്ക്ക് വേണ്ടി തീവ്രമായി ആഗ്രഹിക്കുകയാണ്. മൈത്രിയും സാഹോദര്യവും ഏറ്റവും അനിവാര്യമായ സാഹചര്യങ്ങളും പലയിടത്തും സംജാതമാണ്. അപ്പോഴെല്ലാം രാജ്യം ഗാന്ധിജിക്ക് വേണ്ടി മോഹിക്കുന്നു. സമാധാനത്തെ സംബന്ധിച്ച് ലോകത്ത് എവിടെയൊക്കെ പരാമർശിക്കപ്പെടുന്നുവോ അവിടെയെല്ലാം ഗാന്ധിജിയും ഇന്നും ചർച്ചാവിഷയമായി തീരുകയാണ്. വിശ്വശാന്തിയുടെ വെള്ളരിപ്രാവുകൾ പറക്കുമ്പോൾ മഹാത്മാഗാന്ധി മന്ദഹാസം തൂകുന്നു. അധിനിവേശത്തിന്റെ രാഷ്ട്രീയ ഭാവം മാത്രമല്ല ആ മഹാത്മാവ് കണ്ടത്.
അതിന്റെ സകലമാന സ്വഭാവങ്ങളും വൈവിധ്യങ്ങളും അദ്ദേഹം സൂക്ഷ്മമായി തിരിച്ചറിഞ്ഞു. യഥാർത്ഥ സ്വാതന്ത്ര്യം അനുഭവിക്കാനും ആസ്വദിക്കാനുമുള്ള മാർഗമാണ് ഗാന്ധിജി കാണിച്ചു തന്നത്. എന്നാൽ ഇന്ന് നമ്മുടെ രാജ്യം സാക്ഷ്യം വഹിക്കുന്നത് എന്തിനാണ്? വെറുപ്പും വിദ്വേഷവും ഹിംസയും ഏകാധിപത്യവും നടമാടുന്നൊരു സർക്കാർ ഭരിക്കുന്ന ഭരണകൂടം. രക്തം ചിന്തുന്നതോ മറ്റുള്ളവരെ നേരിട്ട് ആക്രമിക്കുന്നതോ അതുമായി ബന്ധപ്പെട്ട പ്രവണതകളോ മാത്രമല്ല ഹിംസയുടെ പ്രകടന രൂപങ്ങൾ. മനുഷ്യന്റെ വ്യവഹാരങ്ങളിലെ കാഠിന്യങ്ങൾക്കും പാരുഷ്യങ്ങൾക്കുമെല്ലാം അതിന്റെ ചുവയുണ്ട്. ശ്രീബുദ്ധനെപ്പോലെ ഇന്ത്യയുടെ മഹാസന്താനമായ കാരുണ്യരാഹിത്യത്തെ ചെറുത്തു തോൽപ്പിക്കുകയായിരുന്നു മഹാത്മാഗാന്ധിയും. മനുഷ്യനോടുള്ള അഗാധമായ സ്നേഹവും മനുഷ്യത്വത്തോടുള്ള അചഞ്ചലമായ പ്രതിബദ്ധതയോടുമായിരുന്നു ഗാന്ധിജിയുടെ വ്യക്തിത്വത്തിന്റെ ആകെ തുക. ഏതുയരത്തിൽ നിലകൊള്ളുമ്പോഴും സാധാരണക്കാരായ മനുഷ്യരുടെ വിലാപം കേൾക്കാനും അവർക്ക് സേവനം ചെയ്യാനും അദ്ദേഹം സദാ സന്നദ്ധനായി. ജീവിതം പോലെ മരണവും മനുഷ്യന്റെ വളർച്ചയ്ക്ക് ആവശ്യമാണ് എന്നായിരുന്നു ഗാന്ധിജിയുടെ വിശ്വാസം. അനശ്വരമായ തത്വങ്ങൾക്ക് വേണ്ടി ജീവൻ ത്യജിക്കാൻ പോലും തയ്യാറാകാൻ ഉദ്ബോധിപ്പിച്ച മഹാത്മാവ് ആ ത്യാഗമാർഗം തന്നെ പിന്തുടർന്നു. സമകാലിക ലോകത്ത് ഗാന്ധിജിയെ ഏറെ ശ്രദ്ധേയനും അദ്ദേഹത്തിന്റെ ചിന്തയെ അതീവ പ്രസക്തവുമാക്കുന്നത് അക്രമം നിർമ്മാർജ്ജനം ചെയ്ത് എങ്ങും സമാധാനം സ്ഥാപിക്കാനും നിലനിർത്താനുമുള്ള അഭിവാഞ്ചയാണ്. ഇന്നത്തെ ഇന്ത്യയിൽ രാഷ്ട്രീയ പശ്ചാത്തലം ശ്രദ്ധേയമായ മാറ്റങ്ങളാണ് കാണിക്കുന്നത്. പ്രത്യേകിച്ച് സംഘപരിവാർ BJP പ്രവർത്തന ശൈലികൾ. ഇത് ഗാന്ധിജിയുടെ സമാധാന അഹിംസ സന്ദേശങ്ങൾക്ക് വെല്ലുവിളിയാവുകയാണ്. RSSന്റെ ദേശീയവാദം, ഭാരതീയ സംസ്കാര സംരക്ഷണ ശ്രമങ്ങൾ, മതധ്രുവീകരണം, വർഗീയ ധ്രുവീകരണം എന്നിവ സമൂഹത്തിൽ വിഭജനം, ധ്രുവീകരണം എന്നിവയെ പ്രോത്സാഹിപ്പിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. ഈ 30 വർഷങ്ങളാണ് ഇന്ത്യ എന്ന രാജ്യത്തെ സ്വാതന്ത്ര്യം നേടിത്തരിക എന്ന കാര്യം മാത്രമല്ല ഗാന്ധി നമുക്ക് നേടിത്തന്നത്, മറിച്ച് ഈ രാഷ്ട്രത്തിന് രൂപം നൽകി എന്നുള്ളതാണ്. ഇന്ത്യ എന്ന ആശയത്തിന് അടിത്തറയിട്ടു എന്നുള്ളതാണ്. 190 വർഷം ബ്രിട്ടീഷുകാർ അവരുടെ തോക്കും പീരങ്കിയും സർവ്വ ആയുധങ്ങൾ കൊണ്ടും പരിശ്രമിച്ചിട്ടും അവർക്ക് ഈ രാജ്യത്തെ ഒരുമിപ്പിക്കുവാൻ, ഈ രാജ്യത്തിനൊരു രാഷ്ട്രീയ ഐക്യം, ഒരു പൊളിറ്റിക്കൽ യൂണിറ്റ് നൽകുവാൻ ബ്രിട്ടീഷുകാർക്ക് കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് ബ്രിട്ടീഷുകാർ ഈ രാജ്യം വിട്ടുപോകുമ്പോൾ ഈ രാജ്യത്തിന്റെ 3/2 ഭാഗം എന്ന് പറയുന്നത് ശക്തരായ നാട്ടുരാജാക്കന്മാർ ഭരിച്ചിരുന്ന പ്രിൻസ്ലി സ്റ്റേറ്റ്സ് ആയിരുന്നു, നാട്ടുരാജ്യങ്ങളായിരുന്നു. 600-ൽ പരം നാട്ടുരാജ്യങ്ങളായിരുന്നു ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. ബ്രിട്ടീഷുകാർ ഭരിച്ചിരുന്നത് ഇന്ത്യയുടെ 3/1 ഭാഗം മാത്രമായിട്ടുള്ള പ്രവിശ്യകളിൽ മാത്രമായിരുന്നു. പക്ഷേ ഈ പ്രവിശ്യകളിൽ, ഈ നാട്ടുരാജ്യങ്ങളിലെല്ലാം ഒരുപോലെ ഈ സ്വാതന്ത്ര്യ സമരത്തിന്റെ വലിയ ഒരു കൊടുങ്കാറ്റ് ആഞ്ഞടിച്ചത് ഗാന്ധിയുടെ നേതൃത്വത്തിലാണ്. ബ്രിട്ടീഷ് പ്രവിശ്യകളിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആയും, രാജഭരണത്തിന്റെ കീഴിലുണ്ടായിരുന്ന നാട്ടുരാജ്യങ്ങളിൽ തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ്, കൊച്ചിൻ പ്രജാമണ്ഡലം പോലെയുള്ള പ്രസ്ഥാനങ്ങൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനോട് ചേർന്ന് നിൽക്കുന്ന പ്രസ്ഥാനങ്ങളുടെ ഈ രാജ്യം മുഴുവൻ സ്വാതന്ത്ര്യത്തിന്റെ വലിയ കൊടുങ്കാറ്റ് ഗാന്ധി അഴിച്ചുവിട്ടു. ഇന്ത്യയുടെ രാഷ്ട്രീയ സ്വാതന്ത്ര്യം മാത്രമായിരുന്നില്ല ഗാന്ധിയുടെ ലക്ഷ്യം. അതാണ് നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തെ മറ്റ് സ്വാതന്ത്ര്യ സമരങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. എല്ലാ തരത്തിലുള്ള സാമൂഹിക മുന്നേറ്റങ്ങളും രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തിനൊപ്പം സാമൂഹികവും സാമ്പത്തികവും ആയിട്ടുള്ള എല്ലാത്തരം മുന്നേറ്റങ്ങൾക്കും വേണ്ടി ഗാന്ധി വാദിച്ചു. അങ്ങനെയാണ് ഗാന്ധി വൈക്കം സത്യാഗ്രഹത്തിൽ എത്തുന്നത്. അങ്ങനെയാണ് ഗാന്ധി ഗുരുവായൂർ സത്യാഗ്രഹത്തിൽ എത്തുന്നത്. അതുപോലെ പന്തി ഭോജനം പോലെ, വിധവാ വിവാഹം പോലെ, ശൈശവ വിവാഹങ്ങൾക്കെതിരായ നിലപാടുകൾ സ്വീകരിച്ചതുപോലെ എല്ലാ തരത്തിലുള്ള സാമൂഹിക മുന്നേറ്റങ്ങൾക്കും ഗാന്ധി ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തെ ഉപയോഗിക്കുകയാണ് ചെയ്തത്. ഏതു വെല്ലുവിളിയുണ്ടായാലും ഗാന്ധിജിയുടെ ആശയങ്ങളുടെ പ്രാധാന്യം ഇന്ന് നിലനിൽക്കുകയാണ്. സാർവജനിക നീതിയും സമാധാനവും ഉറപ്പാക്കുന്ന രീതി മാത്രം രാജ്യത്തെ സുസ്ഥിരതയിലേക്ക് നയിക്കാനാകൂ എന്ന ബോധ്യം
രാജ്യത്തിനുണ്ട്. അതിനാൽ മഹാത്മാഗാന്ധിയുടെ ആശയങ്ങൾ ഇന്നത്തെ ഇന്ത്യക്ക് പുനർജീവനവും മാർഗദർശനവും നൽകുന്നു. ഗാന്ധി ഇന്നത്തെ ആവശ്യമാണ്. അദ്ദേഹം ചരിത്രപാഠം മാത്രമല്ല, ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിൽ നടപ്പിലാക്കേണ്ട സമൂഹത്തെയും രാഷ്ട്രീയത്തെയും ശുദ്ധമാക്കാനുള്ള മാർഗനിർദ്ദേശം കൂടിയാണ് മഹാത്മാഗാന്ധി. ആധുനിക ഭാരതത്തിന്റെ ആത്മാവായി മറ്റൊരാളില്ല. ആ ആത്മാവിലേക്ക് അടുക്കും തോറും ഇന്ത്യയും ഇന്ത്യക്കാരും ജയിക്കുന്നു. അതിൽ നിന്നും അകലുമ്പോൾ തോൽക്കുകയും ചെയ്യും. ആധുനിക ഭാരതത്തിന്റെ ദേശീയോദ്യാനത്തിൽ വിരിഞ്ഞ ഏറ്റവും വലിയ വസന്തം ഏതായിരുന്നു എന്ന ചോദ്യത്തിന് ഉത്തരം ഒന്നേ ഉണ്ടാവുകയുള്ളൂ: മഹാത്മാഗാന്ധി. ജീവിതത്തിന്റെ വിവിധങ്ങളായ വിധാനങ്ങളെ തഴുകി തലോടിയ ആ വസന്താഗമനം ദേശദേഹത്തെ മാത്രമല്ല, ദേശീയാത്മാവിനെയും ആഴത്തിൽ സ്പർശിച്ചിട്ടുണ്ട്. ഇന്നും സ്പർശിച്ചുകൊണ്ടേയിരിക്കുന്നു. കേവലം വസന്തമായിരുന്നില്ല, വസന്തോത്സവമായിരുന്നു ഗാന്ധിജി. ആ വസന്തം വിട ചൊല്ലിയിട്ട് പതിറ്റാണ്ടുകളേറെയായി. പക്ഷേ വസന്തമുദ്രകൾ ഈ മലർവാടിയിൽ നിന്നും മായുന്നതേയില്ല, മായുകയുമില്ല. കാരണം ഇത് ഗാന്ധിജിയാണ്. ജയ് ഹിന്ദ്.